ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ടിപ്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിവിൽ എക്സൈസിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് കേട്ടോ. എന്നോട് കുറച്ച് കൂട്ടുകാരെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് വീഡിയോസ്. സിവിൽ എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കെല്ലാം ബേസ് ആയിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്സ് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓരോ മൊഡ്യൂൾ വീതം തീർത്തിട്ട് നമുക്കതിൻ്റെ പി വൈക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം അത് പഠിച്ചിട്ട് നമുക്ക് പി വൈക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലും നമ്മുടെ ആൻസറും നമ്മൾ പഠിച്ച കാര്യങ്ങളും അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഒരുപാട് വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് അരച്ച് കലക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം നമുക്ക് തീർത്ത് പോവാം. പിന്നെ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അതിലെന്തെങ്കിലും പുതിയതായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ അതുവഴിയിട്ട് അങ്ങനെ തീർത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ പറഞ്ഞല്ലോ, ഞാനിവിടെ മൊഡ്യൂൾ 4 ആണ് എടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ്, ഫോറിൻ ലിക്വർ റൂൾസിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അത് നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിൽ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ലൈസൻസ് എന്നുള്ളതാണ് കേട്ടോ. നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് ലൈസൻസ്, പല ടൈപ്പ് ഓഫ് ലൈസൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 4 ഫസ്റ്റത്തെ അതാണ്. അപ്പോൾ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചേക്കുക കേട്ടോ. അതിൽ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. FL1, FL3, FL11 എന്നാണ് കേട്ടോ പറയുന്നത്. ഫോറിൻ ലിക്വർ അതാണ് കേട്ടോ FL എന്നുകൊണ്ട് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ FL1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മദ്യം ചില്ലറ വിൽപ്പന നടത്താനുള്ള ലൈസൻസാണ്. അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. മദ്യം എന്താണ്, ചെറിയ തോതിൽ എന്താണ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസാണ് FL1 എന്ന് പറയുന്നത്. കേരളത്തിൽ ബെവ്കോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴിയുള്ള മദ്യവിൽപ്പനയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അത് പറയുന്നത് നമ്മുടെ കടയിൽ നിന്ന് എന്താണ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കുപ്പികളിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന രീതി, അതാണ് FL1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ FL1 ഏതൊക്കെയാണ് ഇതിൽ പെടുന്നത്, ബെവ്കോ അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴിയുള്ള മദ്യവിൽപ്പനയാണ് ഈ FL1 എന്നിൽ ഉൾപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. മദ്യം എന്താണ്, ചെറിയ തോതിൽ അല്ലെങ്കിൽ ചില്ലറ വിൽപ്പന നടത്താനുള്ള ഒരു ലൈസൻസാണ് FL1 എന്ന് പറയുന്നത്. ഇതിൽ ബെവ്കോ അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴിയുള്ള മദ്യവിൽപ്പനയാണ് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നേരെ പോവാം. FL3 എന്ന് പറയുന്നത് അതെന്താണ്, ഹോട്ടലുകൾ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസാണ്. എന്താണ്, ഹോട്ടലുകളിൽ മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഏതാണ്, FL3 ആണ് കേട്ടോ. ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസ് ഏതാണ്, FL3 ആണ്. അങ്ങനെ തന്നെ കേട്ടോ ക്വസ്റ്റ്യൻ വരിക. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ 3 എണ്ണത്തിലല്ല ചോദിച്ചത്, വേറൊന്നാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത്. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസ് ഏതാണ്, FL3 ആണ് കേട്ടോ. സാധാരണയായി സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകളിലെ ബാറുകൾക്കാണ് ഈ ലൈസൻസ് നൽകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ FL3 എങ്ങനെയാണ് കൊടുക്കുന്നത്, സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകളിലെ ബാറുകൾക്കാണ് നമ്മൾ FL3 എന്ന് പറഞ്ഞ ലൈസൻസ് കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ FL3 എന്ന് പറയുന്നത് എന്താണ്, ഹോട്ടലുകളിൽ മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ്. പൊതുവെ ഇത് എങ്ങനെയുള്ള ഹോട്ടലുകളിലെ ബാറുകൾക്കാണ് കൊടുക്കുന്നത്, സ്റ്റാർ പദവി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് FL3 ലൈസൻസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്തതാണ് FL11 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, ബിയർ, വൈൻ പാർലറുകൾ, അത് അവർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ലൈസൻസാണിത്. FL11 എങ്ങനെയാണ്, ബിയർ, വൈൻ പാർലറുകൾക്ക് നൽകുന്ന ലൈസൻസാണ് FL11 എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, വളരെ വീര്യം കുറഞ്ഞ ബിയറും വൈനും മാത്രമേ എന്താണ് വിൽക്കാൻ പെർമിഷനുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, FL1 എന്ന് പറയുന്നത് മദ്യം എന്താണ് ചില്ലറ വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസാണ്. FL3 ആണെങ്കിൽ ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസാണ്. അവിടെ എന്താണ് സ്റ്റാർ പദവി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലൈസൻസ് എന്താണ് ലഭിക്കുകയുള്ളൂ. FL11 എന്താണ് വീര്യം കുറഞ്ഞ ബിയറും വൈനും മാത്രം വിൽക്കാൻ പെർമിഷനുള്ള എന്താണ് ബിയർ അല്ലെങ്കിൽ വൈൻ പാർലറുകൾക്ക് നൽകുന്ന ഒരു ലൈസൻസാണ് FL11 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അവിടെ പഠിച്ചോ. നമുക്ക് വേറെ ഇതിലേക്ക് പോവാം. FL4 എന്താണ്, FL4 എന്ന് പറയുന്നത് ക്ലബ്ബുകൾക്ക് മദ്യം വിളമ്പാൻ നൽകുന്ന ഒരു ലൈസൻസാണ് FL4 എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണേ. FL4 എന്താണ്, ക്ലബ്ബുകൾക്ക് മദ്യം വിളമ്പാൻ നൽകുന്ന ലൈസൻസാണ് FL4 എന്ന് പറയുന്നത്. FL4A ആണെങ്കിലോ അത് ടൂറിസ്റ്റ് ക്ലബ്ബുകൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്. ടൂറിസ്റ്റ് ക്ലബ്ബിൽ എന്താണ് മദ്യം വിളമ്പാൻ വേണ്ടിയിട്ട് നൽകുന്ന ലൈസൻസ് ഏതാണ്, FL4A ആണ് കേട്ടോ. 4 ക്ലബ്ബിലാണ്. 4A എന്തായിരിക്കും, ടൂറിസ്റ്റ് ക്ലബ്ബിലായിരിക്കും കേട്ടോ. FL6 എന്താണ്,
പ്രത്യേക ആഘോഷങ്ങൾക്കോ പാർട്ടികൾക്കോ ആയി നൽകുന്ന താൽക്കാലിക ലൈസൻസ്, ഒരു ടെമ്പററി ലൈസൻസ് ആണ് എന്തെന്ന് പറയുന്നത്, FL6 എന്ന് പറയുന്നത്. പ്രത്യേക ആഘോഷങ്ങൾക്കോ പാർട്ടികൾക്കോ ആയി നൽകുന്ന താൽക്കാലിക ലൈസൻസ് ആണ് FL6 എന്ന് പറയുന്നത്. ഇനി FL7 ആണെങ്കിൽ വിമാനത്താവളങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകളിൽ മദ്യം വിളമ്പാനുള്ള ഒരു ലൈസൻസ് ആണ്. FL7 എന്താണ്? വിമാനത്താവളങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസിനെയാണ് FL7 എന്ന് പറയുന്നത്. ഇനി FL9, ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അതെന്താണ്? വിദേശ മദ്യം മൊത്തമായി സംഭരിക്കാനും വിതരണം ചെയ്യാനുള്ള ലൈസൻസ്. അതേതാണ്? FL9 ആണ് കേട്ടോ. വിദേശ മദ്യം മൊത്തമായി സംഭരിക്കാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? FL9 ആണ് കേട്ടോ. FL9 ലൈസൻസ് ആണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. വിദേശ മദ്യം എന്ത് ചെയ്യണം? ഫോറിൻ ലിക്കർ എന്ത് ചെയ്യണം? മൊത്തമായിട്ട് സംഭരിക്കും. പിന്നെന്താണ്? അത് വിതരണം ചെയ്യാനുമുള്ള ഒരു ലൈസൻസ്, അത് FL9 ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇതെന്താണ്? ബെവ്കോ വെയർ ഹൗസുകൾക്കാണ് നൽകുന്നത്. അതും കൂടെ ഓർത്തിരിക്കണേ. ഈ FL9 എന്ന് പറയുന്നത് എന്താണ്? ബെവ്കോ വെയർ ഹൗസുകൾക്കാണ് നൽകുന്നത്. അപ്പോൾ മേൽ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള FL1, FL3, FL11 മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ എന്താണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. കാരണം ഞാൻ FL9 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ 4 മുതൽ ഞാനിപ്പോൾ പറഞ്ഞ 7 വരേക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇത് കൂടാതെ വേറെയും ലൈസൻസുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റാണ് ടോഡി ഷോപ്പ് ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ്? കള്ളുഷാപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഏതാണ്? ടോഡി ഷോപ്പ് ലൈസൻസ് ആണ് കേട്ടോ. അപ്പോൾ കള്ളുഷാപ്പ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ടോഡി ഷോപ്പ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനിയാണ് SP6 ആൻഡ് SP7 എന്ന് പറയുന്നത് കേട്ടോ. SP6 ആൻഡ് SP7 എന്ന് പറയുന്നത് എന്താണ്? ആയുർവേദ ഔഷധങ്ങളോ മറ്റ് സ്പിരിറ്റ് കലർന്ന മരുന്നുകളോ നിർമ്മിക്കാനും വിൽക്കാനുമുള്ള ലൈസൻസാണ്. അപ്പോൾ ആയുർവേദ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഒരു ലൈസൻസാണ് എന്തെന്ന് പറയുന്നത്? SP6, SP7 എന്ന് പറയുന്നത് കേട്ടോ. ഈ SP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, സ്പിരിച്വസ് പ്രിപ്പറേഷൻസിനെയാണ് കേട്ടോ. SP എന്നുകൊണ്ട് പറയുന്നത് സ്പിരിച്വസ് പ്രിപ്പറേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? SP എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ SP6ഉം SP7ഉം എന്താണ്? നമ്മൾ ആയുർവേദ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന, അതിലെന്താണ്? ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ അരിഷ്ടം, അതുപോലെ തന്നെ ഈ ആസവം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളിലൊക്കെ എന്താണ്? ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഈ SP6, SP7 എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഈ ആയുർവേദ ഔഷധങ്ങളോ മറ്റ് സ്പിരിറ്റ് കലർന്ന മരുന്നുകളോ ഒക്കെ നിർമ്മിക്കാനും വിൽക്കാനുമുള്ള ലൈസൻസാണ് SP6, 7 എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് മാസ് വൈൻ ലൈസൻസ് എന്ന് പറയുന്നത്. പള്ളികളിൽ കുർബാനയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന വൈൻ നിർമ്മിക്കാനും സൂക്ഷിക്കാനുമുള്ള ലൈസൻസിനെയാണ് മാസ് വൈൻ ലൈസൻസ് എന്ന് പറയുന്നത്. എന്താണ്? പള്ളികളിലൊക്കെ നമ്മൾ ക്രിസ്ത്യൻസിലാണ് അത് കാണുന്നത് കേട്ടോ. ഈ കുർബാനയും മറ്റും ഉപയോഗിക്കുന്ന സമയത്ത് അവരെന്താണ്? വൈനൊക്കെ കൊടുക്കും തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അത് നിർമ്മിക്കാനും സൂക്ഷിക്കാനുമുള്ള ഒരു ലൈസൻസാണ് മാസ് വൈൻ ലൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് ബ്രീവറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി ലൈസൻസ് എന്ന് പറയുന്നത്. അതെന്താണ്? മദ്യമോ ബിയറോ ഫാക്ടറികൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ആണ് കേട്ടോ. മദ്യമോ ബിയറോ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് ഏതാണ്? ഡിസ്റ്റിലറി ലൈസൻസ് അല്ലെങ്കിൽ എന്താണ്? ബ്രീവറി ലൈസൻസ്. അപ്പോൾ ഇത്രയും എന്താണ്? നമ്മൾ ആ പറഞ്ഞ ലൈസൻസിൻ്റെ കൂടെ ഇത്രയും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇത് കൂടാതെ എന്താണ്? ഹോമിയോപ്പതിയിലുമുണ്ട് ലൈസൻസ്. അത് അറിയപ്പെടുന്നത് L1, L2, L3 എന്നിങ്ങനെയാണ് കേട്ടോ. L1, L2, L3 എന്നിങ്ങനെയാണ് ഈ ഹോമിയോപ്പതിയിൽ കൊടുക്കുന്ന ലൈസൻസ് ഒക്കെ അറിയുന്നത് കേട്ടോ. നമ്മളെന്താണ്? ഈ ഹോമിയോ മരുന്നുകളിലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ. ഈ ഹോമിയോ ചില മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ L1, L2, L3 എന്ന് പറഞ്ഞിട്ടുള്ള ലൈസൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് മദ്യത്തിലെ വീര്യത്തെക്കുറിച്ചാണ് കേട്ടോ. മദ്യത്തിലുണ്ടാകുന്ന ഓരോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന ഈ പല ടൈപ്പ് ഓഫ് മദ്യങ്ങളിൽ അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് പല റേഞ്ചിലാണുള്ളത്. അപ്പോൾ നമുക്കിനി അതാണ് പഠിക്കാനുള്ളത്. നോക്കൂ, വിദേശ മദ്യം, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യങ്ങൾ അതേതൊക്കെയാണ്? വിസ്കി, ബ്രാൻഡി, റമ്മ്, വോഡ്ക, ജിന്ന്. ഇവയിലൊക്കെ എങ്ങനെയാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത്? 42.8% കേട്ടോ. 42.8% IMFL എന്ന് പറയുന്നത് കേട്ടോ. ഇതിലേതൊക്കെയാണ്? IMFL എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നാണ് കേട്ടോ അർത്ഥം.
അപ്പോൾ അത് ഏതൊക്കെയാണ്? വിസ്കി, ബ്രാൻഡി, റമ്മ്, വോഡ്ക, ജിന്ന്. ഇവയിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? 42.8% ആണ് എന്താണ് ആൽക്കഹോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 42.8% ആണ് IMFൽ ഉണ്ടായിരിക്കുക. എന്താണ് വിദേശമദ്യം, നമ്മൾ ഇന്ത്യൻ മെയ്ഡ് വിദേശ മദ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 42.8% ആണ്. ഇനി അടുത്തതാണ് ബിയർ എന്ന് പറയുന്നത്. സാധാരണ ബിയറുകളിൽ 4% മുതൽ 5% വരെയും, സ്ട്രോങ് ബിയറുകളിൽ 6 മുതൽ 8% വരെയുമാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി നോർമൽ ഒരു ബിയർ ആണെങ്കിൽ അതിലെങ്ങനെയാണ്? 4% മുതൽ 5% വരെയും, ഇനി സ്ട്രോങ് ആണെങ്കിൽ എന്താണ്? 6 to 8% വരെയുമാണ് ആൽക്കഹോൾ കണ്ടൻറ്റ് ബിയറിൽ ഉണ്ടായിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. ആൽക്കഹോൾ കണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി വൈനിലാണെങ്കിലോ സാധാരണയായി 8 മുതൽ 12 വരെയാണ് വൈനുകളിൽ ഉണ്ടാകുന്ന ആൽക്കഹോൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വൈനിൽ എത്രയാണ്? 8 മുതൽ 12% ആണ് കേട്ടോ. 8% to 12% ആണ് വൈനിൽ ഉണ്ടാകുന്ന ആൽക്കഹോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നിയമപ്രകാരം ഇതിനൊരു പരിധിയുണ്ട്. അതെത്രയാണ്? 15.5% ആണ് കേട്ടോ. നിയമപ്രകാരമുള്ള ഈ വൈനിലെ എന്താണ് ആൽക്കഹോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 15.5% ഓർത്തിരിക്കുക. ഇനി അടുത്തത് കള്ള് കേട്ടോ. അതിലെത്രയാണ്? 8.98% കേട്ടോ. നമ്മുടെ തെങ്ങിൻ കള്ളിലെ സ്വാഭാവികമായിട്ടുള്ള ആൽക്കഹോൾ പരിധി അടുത്തിടെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ നിയമപ്രകാരമാണിത് പറയുന്നത്. അപ്പം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതെത്രയാണ്? 8.98% പുതുക്കിയ ഒരു പരിധിയാണ് കേട്ടോ. നമ്മുടെ കള്ളിൽ ഉണ്ടാകുന്ന ആൽക്കഹോൾ പെർസെൻറ്റേജ് ഈ അടുത്ത് പുതുക്കിയിട്ടുണ്ട്. ആ നിയമപ്രകാരം എത്രയാണ്? 8.98% ആണ് കള്ളിലുണ്ടാവുന്ന ആൽക്കഹോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ PYQ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തൊരു സെക്ഷനാണ് ദൂരപരിധി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? നമ്മുടെ ഈ മദ്യശാലയുടെ തരം അനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഏത് ടൈപ്പ് ഓഫ് ബിവറേജ് ആണ്, ഏത് ടൈപ്പ് ഓഫ് മദ്യശാലയാണെന്ന് അനുസരിച്ചിട്ടാണ് അതിൽ ഡിസ്റ്റൻസ് ലിമിറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി FL1 അതായത് ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണെങ്കിൽ 200 മീറ്റർ ആണ് അകലം പാലിക്കേണ്ടതായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണേ. ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവുക. FL1 ഏതൊക്കെയാണ്? ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണ് ഉൾപ്പെടുന്നത്. അവരെങ്ങനെയാണ്? 200 മീറ്റർ ആണ് അകലം പാലിക്കേണ്ടത്. ഇനി FL3 അഥവാ 3 സ്റ്റാർ ബാറുകളാണെങ്കിലും എത്രയാണ്? 200 മീറ്റർ ആണ് അകലം പാലിക്കേണ്ടത്. FL11 അതായത് ബിയർ വൈൻ പാർലറുകളാണെങ്കിലും 200 മീറ്റർ ആയിരിക്കണം അകലം പാലിക്കേണ്ടത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും 200 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം അല്ലേ. ഇനി അടുത്തത് പറയുന്നത് 4 സ്റ്റാർ ആണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഹോട്ടലുകൾ 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെ പോവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ടലുകൾ എങ്ങനെയാണ്? 50 മീറ്റർ മാത്രമാണ് കേട്ടോ ദൂരപരിധി എന്ന് പറയുന്നത്. അതിൽ കാരണമായിട്ട് പറയുന്നത് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നൽകിയൊരു ഇളവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 4 സ്റ്റാർ അതിന് മുകളിലുള്ള ഹോട്ടലുകളാണെങ്കിൽ ബാറുകൾക്ക് ദൂരപരിധി 50 മീറ്റർ മാത്രമായിരിക്കും കേട്ടോ. അത് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നൽകിയിട്ടുള്ളൊരു ഇളവാണ്. ഇനി കള്ള് ഷാപ്പുകളാണെങ്കിൽ നിലവിലെ കാര്യമാണ് പറയുന്നത്. ഇവയ്ക്ക് 400 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് കുറയ്ക്കാനുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ വേഗം നടക്കും അല്ലേ. ആ ചർച്ചകളൊക്കെ വേഗം നടക്കും, വേഗം പ്രാബല്യത്തിൽ വരികയൊക്കെ ചെയ്യൂലേ. അപ്പോൾ കള്ള് ഷാപ്പുകൾക്ക് എത്രയാണ്? 400 മീറ്ററാണ് ദൂരപരിധി വെച്ചിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. FL1 FL3 FL11 ആണെങ്കിൽ എന്തായിരിക്കും? 200 മീറ്റർ ആയിരിക്കും ദൂരപരിധി വേണ്ടത്. 4 സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഹോട്ടലുകളാണെങ്കിൽ എന്തായിരിക്കും? 50 മീറ്റർ മാത്രമാണ് ദൂരപരിധി എന്ന് പറയുന്നത്. കള്ള് ഷാപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ 400 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ ദൂരം നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് മദ്യശാലയ്ക്ക് ഇത്ര ദൂരം വേണ്ടത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് അംഗീകൃത സ്കൂളുകൾ, കോളേജുകൾ, അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നത് കേട്ടോ. അംഗീകൃത സ്കൂളുകൾ, കോളേജുകൾ എന്നിവയിൽ നിന്നും എന്തായിരിക്കണം? ഇപ്പോൾ പറഞ്ഞ ദൂരപരിധി മദ്യശാലകളിലേക്ക് ഉണ്ടായിരിക്കണം. ഇനി ആരാധനാലയങ്ങൾ വരുന്നത് ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്ക്, ചർച്ച് അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും എത്ര വേണം? നമ്മുടെ ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളതിൽ നിന്ന് എത്രയാണോ വേണ്ടത് അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി
കോളനികളിൽ നിന്നും എന്താണ് ദൂരം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ കോളനികളാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ നിന്നും എന്തുണ്ടായിരിക്കണം, നിശ്ചയിക്കപ്പെട്ട ദൂരം ഉണ്ടായിരിക്കണം. ഇനി ശ്മശാനങ്ങൾ, ചില സാഹചര്യങ്ങളിൽ പൊതു ശ്മശാനങ്ങളിൽ നിന്നും നിശ്ചിത ദൂരം പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാഹചര്യങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്, മദ്യശാലകൾ ഇപ്പോൾ മേൽ പറഞ്ഞിട്ടുള്ള ദൂരങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഞാൻ നൈറ്റാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണർന്നിരിക്കുന്നത് ഇവിടെ. ഇനി അടുത്തത് നമ്മുടെ IMFL-ഉം FMFL-ഉം തമ്മിലുള്ള വ്യത്യാസവും ഡിഫറൻസാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണത്? IMFL എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറാണ് കേട്ടോ. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറാണ്. ഇനി FMFL എന്ന് പറഞ്ഞാൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വിദേശ മദ്യമാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വിദേശ മദ്യമാണ് ഈ IMFL എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ. വിസ്കി, ബ്രാൻഡി, റമ്മ് നമ്മൾ വേറെയും നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോക്കണേ. അതിൽ അതിൻ്റെ വീര്യം, ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് 42.8% ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, IMFൽ എത്രയാണ്? 42.8% ആണ് ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് FMFL, അതിലെത്രയാണ്? വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മദ്യമാണ് FMFL എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയായിരിക്കും? അത് ബ്രാൻഡുകൾക്കനുസരിച്ചിട്ട് മാറാമെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷേ സാധാരണയായി 40 to 50% വരെയാണ് ആകുന്നത് കേട്ടോ. സാധാരണയായിട്ട് 40% മുതൽ 50% വരെയാണ് ആൽക്കഹോൾ പെർസെൻറ്റേജ് ഇതിലുണ്ടാവുക, FMFൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഈ IMFലും FMFലും തമ്മിലുള്ള വ്യത്യാസവും സ്ട്രെങ്ത്തും എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. 42.8 കൂടാതെ 40.50 രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ ഈ ഡിസ്റ്റൻസ് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളുടെ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം NH/SH കേട്ടോ, അതായത് നാഷണൽ ഹൈവേസ്, സ്റ്റേറ്റ് ഹൈവേസ് എന്നിവയുടെ അരികുകളിൽ നിന്ന് ഈ മദ്യശാലയിലേക്ക് ഒരു ദൂരം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് 500 മീറ്ററാണ് കേട്ടോ. 500 മീറ്ററാണ് ഈ നമ്മുടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം NHൽ നിന്നും SHൽ നിന്നും മദ്യശാലകളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. 500 മീറ്ററാണ്. ഒന്ന് ഓർത്തിരുന്നേക്കണേ, ഞാൻ അപ്പം പറയാൻ വിട്ടുപോയതാണ്, സോറി കേട്ടോ. ഇനി കൈവശം വയ്ക്കാവുന്നതും കൊണ്ടുപോകാവുന്നതുമായ പരിധി അതെത്രയാണ്? നമ്മുടെ കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവാണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അത് IMFL ആണെങ്കിൽ, വിദേശ മദ്യമാണെങ്കിൽ പരമാവധി 3 ലിറ്റർ വരെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്നതാണ്. IMFL ആണെങ്കിൽ ഒരാൾക്ക് 3 ലിറ്റർ വരെ കയ്യിൽ വയ്ക്കാവുന്നതാണ്. ബിയർ ആണെങ്കിൽ പരമാവധി 3.5 ലിറ്ററാണ് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് കേട്ടോ. 3.5 ബിയർ. ഇനി വൈനാണെങ്കിലും എത്ര തന്നെയാണ്? 3.5 ലിറ്ററാണ്. ഇനി FMFL ആണെങ്കിൽ, അതായത് ഇറക്കുമതി ചെയ്ത മദ്യമാണെങ്കിൽ അത് വിദേശത്ത് നിന്നാണ് ഈ FMFL കൊണ്ടുവരുന്നതെങ്കിൽ ബില്ല് സഹിതം വേണം 2.5 ലിറ്ററാണ് കയ്യിൽ വയ്ക്കാവുന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ ഈ നമ്മളുടെ കയ്യിൽ നമ്മൾ മദ്യം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബില്ല് നമ്മൾ കയ്യിൽ കരുതണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ FMFL, അതായത് ഇറക്കുമതി ചെയ്ത മദ്യം നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ബില്ല് സഹിതം 2.5 ലിറ്ററാണ് കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി കള്ളാണെങ്കിലോ, കള്ളിൻ്റെ കാര്യത്തിലാണെങ്കിൽ പരമാവധി 1.5 ലിറ്ററാണ് കയ്യിൽ വയ്ക്കാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വിദേശ മദ്യം, അതായത് IMFL, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യമാണെങ്കിൽ പരമാവധി 3 ലിറ്ററും, ബിയർ ആണെങ്കിൽ പരമാവധി 3.5 ലിറ്റർ, വൈനാണെങ്കിലും 3.5 ലിറ്റർ. ഇനി FMFL അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണെങ്കിൽ ബില്ല് സഹിതമാണ് കേട്ടോ. 2.5 ലിറ്ററാണ് കയ്യിൽ വയ്ക്കാനുള്ള ലൈസൻസ് ഉള്ളത്. ഇനി കള്ളിൻ്റെ കാര്യത്തിലാണെങ്കിൽ 1.5 ലിറ്ററാണ് നമുക്ക് കയ്യിൽ വയ്ക്കാനുള്ള എന്തെന്ന് പറയുന്നത്, ലൈസൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇറക്കുമതി എന്ന് പറയുന്നത്? ഇമ്പോർട്ട് മറ്റൊരു സംസ്ഥാനത്ത് നിന്നോ രാജ്യത്ത് നിന്നോ കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരണമെങ്കിൽ എക്സൈസ് കമ്മീഷണറുടെ ഇറക്കുമതി പെർമിറ്റ് നിർബന്ധമാണ്. ഇതിനെന്ത് വേണം?
നിശ്ചിത ഇറക്കുമതി തീരുവ എന്താണ് അടച്ചിട്ടുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. വേറൊരു സംസ്ഥാനത്ത് നിന്നോ രാജ്യത്ത് നിന്നോ കേരളത്തിലേക്ക് എന്താണ് മദ്യം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ എക്സൈസ് കമ്മീഷണറുടെ ഇറക്കുമതി പെർമിറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ എന്താണ് ഇമ്പോർട്ട് ഫീ എന്തായിരിക്കണം അടച്ചിരിക്കണം. ഇനി വെയർ ഹൗസിങ്, എങ്ങനെയാണ് സംഭരണം? നമ്മുടെ കേരളത്തിൽ വിദേശമദ്യം മൊത്തമായിട്ട് സംഭരിക്കുന്നത് പ്രധാനമായും കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനാണ്, അഥവാ ബെവ്കോ ആണ് കേട്ടോ. സംഭരണം എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിലെ വിദേശമദ്യം മൊത്തമായിട്ട് സംഭരിക്കുന്നത് ആരാണ്? ബെവ്കോ ആണ്. മദ്യം ഡിസ്റ്റിലറികളിൽ നിന്ന് സംഭരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് കർശനമായ ബോണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമാണ്. അതായത് ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് മദ്യം ഡിസ്റ്റിലറികളിൽ നിന്ന് ഈ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ലൈസൻസ് വേണം? FL9 ലൈസൻസ്. നമ്മൾ പറഞ്ഞു മൊത്തമായിട്ടും എന്താണ് വാങ്ങുകയും മദ്യം മൊത്തമായിട്ട് വാങ്ങിക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള ലൈസൻസാണ് FL9 ലൈസൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണം. അതെങ്ങനെയാണ് മാറ്റുന്നത്? എങ്ങനെയാണ്? കർശനമായിട്ടുള്ള ബോണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്, ഓർത്തിരിക്കണേ. അപ്പോൾ സംഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദേശമദ്യം മൊത്തമായിട്ട് സംഭരിക്കുന്നത് ആരാണ്? ബെവ്കോ ആണ്. പിന്നെന്താണ് ഈ മദ്യം ഡിസ്റ്റിലറികളിൽ നിന്ന് സംഭരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് കർശനമായിട്ടുള്ള ബോണ്ട് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്. ഇനി ഗതാഗതം, ഇനി ട്രാൻസ്പോർട്ട് നോക്കാനുണ്ട്. എന്താണ് ഈ ഡിസ്റ്റിലറികളിൽ നിന്ന് വെയർ ഹൗസുകളിലേക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഷോപ്പുകളിലേക്കോ മദ്യം കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ട് പെർമിറ്റ് ആവശ്യമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് എന്താണ് ഈ വെയർ ഹൗസുകളിലേക്ക് കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് വേറെ ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്താണ് മദ്യ ഷോപ്പുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ട്രാൻസ്പോർട്ട് പെർമിറ്റ് ആവശ്യമാണ്. ഇനി കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യം മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ അയക്കുന്നതിനെയാണ് നമ്മൾ കയറ്റുമതി എന്ന് പറയുന്നത്. ഇതിനും എന്ത് വേണം? എക്സൈസ് വകുപ്പിൻ്റെ എക്സ്പോർട്ട് പെർമിറ്റ് ആവശ്യമാണ്. അപ്പം നമ്മളിവിടെ എന്താണ് ഈ IMFL FMFL തമ്മിലുള്ള എന്താണ് വ്യത്യാസവും വീര്യത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഈ അളവ്, നമുക്ക് ഒരു വ്യക്തിക്ക് എന്താണ് ലൈസൻസ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്ന എന്താണ് മദ്യത്തിൻ്റെ അളവ് താഴെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചു എന്തൊക്കെയായിരുന്നു? 3 ലിറ്റർ, 3.5 ലിറ്റർ അല്ലേ? ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ, IMFL ആണെങ്കിൽ എന്താണ് 3 ലിറ്റർ, വൈനാണെങ്കിൽ 3.5 ലിറ്റർ, FMFL ആണെങ്കിൽ അതായത് ഇറക്കുമതി ചെയ്തും പക്ഷേ എന്താണ് ബില്ല് സഹിതം വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ബില്ല് സഹിതമാണെങ്കിൽ എന്താണ് 2.5 ലിറ്ററും, കള്ളെന്താണെങ്കിൽ പരമാവധി 1.5 ലിറ്ററും എന്താണ് കയ്യിൽ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ ഈ മദ്യത്തിൻ്റെ ഇറക്കുമതിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ ഈ മദ്യം സംഭരണം ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഗതാഗതവും അതിൻ്റെ കയറ്റുമതിയും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ കേട്ടോ. ഇനി ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് പുതിയ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് പോവാം. ഇനി നമുക്ക് നോക്കാനുള്ളത് വർക്കിംഗ് ഹവേഴ്സ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ഇനി ബെവ്കോ കൺസ്യൂമർ ഫെഡ് ആണെങ്കിൽ എന്താണ്? അതായത് FL1 അതാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും കേട്ടോ അവരുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത്. രാവിലെ 10 മണി മുതൽ 9 മണി വരെ. ബെവ്കോ കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 10 മണി മുതൽ 9 മണി വരെ, അതായത് റീറ്റെയിൽ ഔട്ട്ലെറ്റാണ് പറയുന്നത്. 10 മണി മുതൽ 9 മണി വരെ. ഇനി ബാർ ഹോട്ടലുകളാണെങ്കിൽ എന്താണ്? രാവിലെ 10 മുതൽ രാത്രി 11 വരെ ആയിരിക്കും കേട്ടോ. രാവിലെ 10 മുതൽ 11 വരെ ബാർ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. ഇനി ബിയർ ആൻഡ് വൈൻ പാർലറുകളാണെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് കേട്ടോ. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബിയർ ആൻഡ് വൈൻ പാർലറുകളൊക്കെ പ്രവർത്തിക്കുക. ഇനി ക്ലബ്ബ് ആണെങ്കിൽ എന്ത് ചെയ്യും? രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ എന്താണ് ക്ലബ്ബുകൾ ഓപ്പൺ ആയിട്ട് ഇരിക്കാം. ഇനി കള്ള് ഷാപ്പുകളാണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും അല്ലേ? കള്ള് ഷാപ്പുകൾ എങ്ങനെയാണ്? രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രൈ ഡേയ്സിനെ കുറിച്ചാണ്. എന്താണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ? കേരളത്തിൽ മദ്യവിൽപ്പനയും വിതരണവും പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള ദിവസങ്ങളെയാണ് നമ്മൾ ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? കേരളത്തിൽ മദ്യവിൽപ്പനയും വിതരണവും പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ള ദിവസങ്ങളെയാണ് നമ്മൾ ഡ്രൈ ഡേയ്സ് എന്ന് വിളിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ, പിന്നെന്താണ് ബാറുകൾ, ബിയർ പാർലറുകൾ എന്നിവ എന്താണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഡ്രൈ ഡേയ്സിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ, പിന്നെന്താണ് ബാറുകൾ, ബിയർ പാർലറുകൾ എന്നിവയൊന്നും എന്താണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡ്രൈ ഡേയ്സ് എന്ന് നോക്കാം. എല്ലാ മാസവും 1-ാം തീയതി ശമ്പള ദിവസം കണക്കാക്കി കുടുംബങ്ങളിൽ മദ്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗവൺമെൻറ് ഈ ദിവസം അവധി നൽകുന്നത്. എല്ലാ മാസവും 1-ാം തീയതി എന്താണ്
ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്നും എന്താണ് ഡ്രൈ ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ മദ്യനിരോധന ദിനമായിട്ട് ആചരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് മുതൽ വോട്ടെണ്ണൽ ദിവസം വരെയാണ് മദ്യശാലകൾ അടച്ചിടുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ എന്താണ് എത്ര മണിക്കൂറാണെന്ന് അറിഞ്ഞിരിക്കണം. എത്ര മണിക്കൂറാണ്? 48 മണിക്കൂർ മുൻപാണ് കേട്ടോ. വോട്ടെടുപ്പ് നടക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് മുതൽ വോട്ടെണ്ണൽ ദിവസം വരെ മദ്യശാലകൾ അടച്ചിടണം. പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഈ ദിവസവും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരു സമാധി ഗുരുവിൻ്റെ സമാധി ദിനത്തിലും എന്താണ് മദ്യശാലകൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡ്രൈ ഡേയ്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓടുകൊണ്ട് ഔട്ടായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം കേട്ടോ. ഡ്രൈ ഡേയ്സ് എന്തൊക്കെയാണ്? എല്ലാ മാസവും 1-ാം തീയതി ഗാന്ധി ജയന്തി ഒക്ടോബർ 2, പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പിന്നെന്താണ് ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീനാരായണ ഗുരു സമാധി ദിവസവുമാണ് നമ്മൾ എന്താണ് സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഈ ഡ്രൈ ഡേ ദിവസങ്ങളിൽ മദ്യം വിൽക്കുന്നത് എന്താണ് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് ഒരാൾ മുൻകൂട്ടി വാങ്ങിവെച്ച മദ്യം വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രൈ ഡേ ദിവസങ്ങളിൽ മദ്യം വിൽക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. പക്ഷേ ഒരാൾ മുന്നേ കൂട്ടി വാങ്ങി വെച്ചിട്ടുള്ളൊരു മദ്യം ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്നതിനൊന്നും തടസ്സമില്ല. ഇനി പൊതുസ്ഥലത്തെ മദ്യപാനം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡേ ദിവസങ്ങളിൽ പൊതുസ്ഥലത്തോ വാഹനങ്ങളിലോ മദ്യപിക്കുന്നത് പിടിക്കപ്പെട്ടാൽ എന്താണ് കടുത്ത ശിക്ഷ ലഭിക്കും. ഇനി മദ്യശാലകൾക്കുള്ള ഇളവ് വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾക്ക് സാധാരണയായി ഇത്തരം അവധികളൊന്നും ബാധകമാവാറില്ല കേട്ടോ. അപ്പോൾ ഡ്രൈ ഡേയ്സിൽ എന്താണ് ഡ്രൈ ഡേയ്സിൽ മദ്യം കൈവശം വയ്ക്കുന്നത് എന്താണ് മുൻകൂട്ടി വാങ്ങിവെച്ച മദ്യമാണെങ്കിൽ എന്താണ് വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ മദ്യം ആ ദിവസങ്ങളിൽ മദ്യം വിൽക്കുന്നത് എന്താണ് കുറ്റകരമാണ്. ഇനി പൊതുസ്ഥലങ്ങളിലാണെങ്കിൽ എന്താണ് വാഹനങ്ങളിലോ മദ്യപിക്കുന്നത് എന്താണ് പൊതുസ്ഥലങ്ങളിലോ വാഹനങ്ങളിലോ ആണ് ഡ്രൈ ഡേയ്സിൽ മദ്യപിക്കുന്നത് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കും ലഭിക്കുക കേട്ടോ. പിന്നെ മദ്യശാലകൾക്ക് ഡ്രൈ ഡേയ്സിൽ ഇളവുകളുണ്ട്. അത് ഏതിനാണ്? നമ്മുടെ വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾക്ക് ഈ അവധികളൊന്നും ബാധകമാവാറില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് ഈ ഡ്രൈ ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെർമിറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പെർമിറ്റ്. കേരളത്തിലെ അബ്കാരി നിയമപ്രകാരം മദ്യം കൈകാര്യം ചെയ്യുന്നതിന് പലതരം പെർമിറ്റുകൾ ആവശ്യമാണ്. അബ്കാരി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുത്ത് തരാം കേട്ടോ. അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കണം. ഞാൻ എടുത്ത് തരുന്നത് കേട്ടോ. PYQ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുക കേട്ടോ. ലൈസൻസ് എന്നതൊരു സ്ഥാപനം നടത്താനുള്ള അനുമതിയാണ്. നമ്മൾ ലൈസൻസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു? ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസാണ്, ഒരു അനുമതിയാണ് ലൈസൻസ് എന്ന് പറയുന്നത്. പക്ഷേ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ പുറത്തു നിന്ന് കൊണ്ടുവരുന്നതിനോ ഉള്ള ഒരു പ്രത്യേക അനുമതിയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനം നടത്താനുള്ള അനുമതിയാണ് ലൈസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ അല്ലെങ്കിൽ എന്താണ് പുറത്തു നിന്ന് കൊണ്ടുവരാനോ ഉള്ള ഒരു പ്രത്യേക അനുമതിയാണ് പെർമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പെർമിറ്റുകൾ നോക്കാം. ആദ്യത്തേത് ഇമ്പോർട്ട് പെർമിറ്റ്. എന്താണ് ഇമ്പോർട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരാനാണ് ഈ പെർമിറ്റ് ആവശ്യമായിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് മദ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് പെർമിറ്റ് ആവശ്യമായിട്ടുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവരുന്നത് തടയാനും നികുതി ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇമ്പോർട്ട് പെർമിറ്റിൻ്റെ ആവശ്യം. അപ്പോൾ ഇമ്പോർട്ട് പെർമിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവരുന്നത് തടയാനും നികുതി ഉറപ്പാക്കാനുമാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? പെർമിറ്റ് ഇല്ലാണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കൊണ്ടുവരുന്നത് തടയാനും പിന്നെന്താണ് നികുതി ഉറപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് പെർമിറ്റിൻ്റെ ആവശ്യം. ഇനി ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ബില്ല് സഹിതം നിശ്ചിത അളവ് മദ്യം കൊണ്ടുവരാം. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി വേണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ട് പെർമിറ്റിൽ എന്താണ്? വിദേശ ആവശ്യങ്ങൾക്ക് വിദേശത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ എന്താണ്? ബില്ലുണ്ടായിരിക്കണം. അത് സഹിതം നിശ്ചിത അളവ് മദ്യം എന്താണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് എന്ത് വേണം? നമ്മുടെ എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക അനുമതി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇമ്പോർട്ട് പെർമിറ്റ് സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്തതാണ് എക്സ്പോർട്ട് പെർമിറ്റ്. എന്താണ് എക്സ്പോർട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യം IMFL മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശത്തേക്കോ അയക്കാൻ
പെർമിറ്റ് വേണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്ന മദ്യം എന്താണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, പെർമിറ്റ് വേണം. ആ പെർമിറ്റാണ് എക്സ്പോർട്ട് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യം, ഈ എക്സ്പോർട്ട് പെർമിറ്റിൻ്റെ ആവശ്യം എന്താണ്, നികുതി വെട്ടിപ്പ് തടയാനും കയറ്റുമതി ചെയ്യുന്ന അളവ് കൃത്യമായി രേഖപ്പെടുത്താനുമാണ് ഈ പെർമിറ്റ് സഹായിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നികുതി വെട്ടിപ്പ് തടയാനും കയറ്റുമതി ചെയ്യുന്ന അളവ് കൃത്യമായി രേഖപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് പെർമിറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ട്രാൻസ്പോർട്ട് പെർമിറ്റ്. ഇതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ആവശ്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്പോർട്ട് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മദ്യം കൊണ്ടുപോകാനുള്ള അനുമതിയാണ്. സംസ്ഥാനത്തിനകത്താണ് കേട്ടോ, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കൊണ്ടുപോകാനുള്ള അനുമതിയാണ് ട്രാൻസ്പോർട്ട് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താണ്, ഡിസ്റ്റിലറികളിൽ നിന്ന് ബെവ്കോ വെയർ ഹൗസുകളിലേക്കും അവിടെ നിന്ന് ബാറുകളിലേക്കും ഷോപ്പുകളിലേക്കും മദ്യം കൊണ്ടുപോകാൻ എന്താണ്, ഈ ട്രാൻസ്പോർട്ട് പെർമിറ്റ് ആവശ്യമാണ്. എന്താണ് ആവശ്യം, ഡിസ്റ്റിലറികളിൽ നിന്ന് ബെവ്കോ വെയർ ഹൗസുകളിലേക്കും, അതായത് സംഭരണശാലകളിൽ നിന്ന് എന്താണ്, ഈ ഔട്ട്ലെറ്റുകളിലേക്കും, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ബാറുകളിലേക്കും ഷോപ്പുകളിലേക്കും ഒക്കെ അവിടെ നിന്നാണല്ലോ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് മദ്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് പെർമിറ്റ് ആവശ്യമാണ്, ട്രാൻസ്പോർട്ട് പെർമിറ്റ് നമുക്ക് ആവശ്യമാണ്. ഇനി ഇതിനൊരു നിയമമുണ്ട്. എന്താണ് നിയമം, ഈ പെർമിറ്റിൽ പറയുന്ന വഴിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് മദ്യം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ട്രാൻസ്പോർട്ട് പെർമിറ്റിൽ എന്താണ്, ആ പെർമിറ്റിൽ പറയുന്ന വഴികളിലൂടെ മാത്രമേ എന്താണ് മദ്യം കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലും വലിയ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇത് അതിൻ്റെ ആവശ്യങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ട്രാൻസിറ്റ് പെർമിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റ് പെർമിറ്റ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്ന മദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ട്രാൻസിറ്റ് പെർമിറ്റ് എന്തായാലും എടുത്തിരിക്കണം. അപ്പോൾ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മദ്യം, അതിന് റൂട്ട് വരുന്നത് കേരളത്തിലൂടെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസിറ്റ് പെർമിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. ഈ ട്രാൻസിറ്റ് പെർമിറ്റിൻ്റെ ആവശ്യം എന്താണ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന മദ്യം ഇവിടെ ഒളിച്ചു കടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഏത് പെർമിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു, ട്രാൻസിറ്റ് പെർമിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിലൂടെ കടന്നു പോകുന്ന മദ്യം ഇവിടെ ഒളിപ്പിച്ച് വെക്കുന്നില്ല അല്ലെങ്കിൽ ഒളിച്ച് കടത്തുന്നില്ല എന്ന കാര്യം എന്താണ്, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ട്രാൻസിറ്റ് പെർമിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് എന്തിനാണ് ഈ പെർമിറ്റ് ആവശ്യമായി വരുന്നത്, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ അതിൽ ആവശ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. നികുതി വെട്ടിപ്പ് തടയാൻ, മദ്യത്തിൻ്റെ മേലുള്ള നികുതി സർക്കാരിൻ്റെ പ്രധാന വരുമാനമാണ്. പെർമിറ്റുകളില്ലാതെ മദ്യം കൊണ്ടുവരുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് ഈ പെർമിറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്താണ്, നികുതി വെട്ടിപ്പ് തടയാൻ. പിന്നെന്താണ്, നമ്മുടെ സർക്കാരിൻ്റെ പ്രധാന ഒരു വരുമാനമാണ് മദ്യത്തിന്മേലുള്ള നികുതി എന്ന് പറയുന്നത്. അപ്പോൾ പെർമിറ്റുകളില്ലാതെ മദ്യമൊക്കെ കൊണ്ടുവരുന്നത് എന്താണ്, ഗവൺമെൻറ്റിന് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ടൈപ്സ് ഓഫ് പെർമിറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താണ്, ഗുണനിലവാരം ഉറപ്പാക്കാൻ, വ്യാജമദ്യം സംസ്ഥാനത്തേക്ക് കടക്കുന്നത് തടയാൻ പെർമിറ്റുകൾ വഴിയുള്ള കർശന പരിശോധന സഹായിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുണനിലവാരം ഉറപ്പാക്കാൻ എന്താണ്, ഗുണനിലവാരം എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന മദ്യം എന്ത് ചെയ്യും, പെർമിറ്റുകൾ വഴിയുള്ള കർശന പരിശോധന സഹായിക്കുന്നുണ്ട്. അത് പറഞ്ഞല്ലോ, ഓരോ പെർമിറ്റും കാണിച്ചു കൊടുക്കേണ്ട വരും ഓരോ അതിർത്തികളിലും. അപ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെർമിറ്റുകൾ സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്, അളവ് നിയന്ത്രിക്കാൻ, സംസ്ഥാനത്ത് എത്രത്തോളം മദ്യം എത്തുന്നുണ്ടെന്നും അതെവിടെയൊക്കെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്നും കൃത്യമായി നിരീക്ഷിക്കാൻ എന്താണ്, പെർമിറ്റുകൾ അനിവാര്യമാണ്. ലഹരി മരുന്ന് കടത്ത് തടയാൻ, മദ്യത്തിൻ്റെ പിറകിൽ മറ്റു മയക്കുമരുന്നുകൾ കടത്തുന്നത് തടയാൻ എക്സൈസ് വകുപ്പിന് ഈ സംവിധാനം ഉപകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് വളരെ കൂടിയിട്ട് വരികയാണ് അല്ലേ, ഒരുപാടുണ്ട്. ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മയക്കുമരുന്നുകളൊക്കെ എത്തുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഈ മദ്യം ഉപയോഗിക്കുന്നതും ഇപ്പം നമ്മൾ പറഞ്ഞ 23 വയസ്സ് മുതലാണ്, ഇപ്പം ആ ക്വസ്റ്റ്യൻ എടുത്തില്ല അല്ലേ, അപ്പോൾ 23 വയസ്സാണ് കേട്ടോ ഒരാൾക്ക് മദ്യം വാങ്ങിക്കാനുള്ള ഏജ് എന്ന് പറയുന്നത് 23 വയസ്സാണ്. പക്ഷേ ഇവിടെ ഒരു +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഒരു 10 14 അല്ലെങ്കിൽ 16 വയസ്സുള്ള കുട്ടികൾ തന്നെ ഇപ്പം തന്നെ മദ്യമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഇതിൻ്റെ കാര്യത്തിൽ ഇവിടെ വളരെ അലംഭാവമായിട്ടുള്ള, വളരെ ഒരു ആക്ഷനും എടുക്കാതെ അല്ലെങ്കിൽ നിയമങ്ങളൊന്നും കർശനമാക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ.
അപ്പോൾ നമ്മുടെ പെർമിറ്റുകളുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? നികുതി വെട്ടിപ്പ് തടയാനാണ് കേട്ടോ. അതെങ്ങനെ തടയുന്നുണ്ട്? നമ്മുടെ പെർമിറ്റുകൾ ഇല്ലാതെ മദ്യം കൊണ്ടുവരുന്നത് എന്താണ്? പെർമിറ്റുകൾ ഇല്ലാതെ മദ്യം കൊണ്ടുവരുന്നത് നമുക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുവഴി എന്താണ്? സർക്കാരിൻ്റെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? വ്യാജമദ്യം സംസ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പെർമിറ്റ് വഴി എന്ത് ചെയ്യാം? പെർമിറ്റ് വഴി നടത്തുന്ന പരിശോധനയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ്? അളവുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം മദ്യം എത്തുന്നുണ്ടെന്നും അത് എവിടെയൊക്കെ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്നും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ എന്താണ്? പെർമിറ്റുകൾ ആവശ്യമാണ്. പിന്നെ ലഹരി മരുന്ന് കടത്ത് തടയാൻ, നമ്മുടെ മദ്യത്തിൻ്റെ മറവിൽ എന്താണ്? മയക്കുമരുന്നുകളൊക്കെ കടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിന് ഈ സംവിധാനം, ഈ പെർമിറ്റ് എന്ന് പറഞ്ഞ സംവിധാനം എന്താണ്? ഉപകരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊഡ്യൂൾ 4 എടുത്തിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഈ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുള്ളൂ. ഒരുപാട് വലച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ നാളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.